സ്നേഹമാണ് മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അതെ, സ്നേഹമാണ് റേഡിയോ ബെൻസിയറിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ ഫാദറിൻ്റെ ഒരു ആശംസ പ്രസംഗം, കാരണം റേഡിയോ ബെൻസിയറിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടി കഴിഞ്ഞ ദിവസം നടന്നു. അങ്ങനെ ആശംസ പ്രസംഗത്തിന് ശേഷം നമ്മുടെ സന്തോഷ് ഇരുവരുത്തിൻ്റെ ഇടയ കന്യക എന്ന ഗാനം ഉണ്ടായിരുന്നു. ശേഷം മത്സരങ്ങളുണ്ടായിരുന്നു. രേഷ്മ അടിപൊളിയായിട്ട് മത്സരിച്ചു, വിജയിച്ചു. ഞാൻ നല്ല സൂപ്പറായിട്ട് ഒപ്പത്തിനൊപ്പം നിന്ന് പരാജയപ്പെട്ടു കേട്ടോ, തോറ്റുപോയി. ശേഷം നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷിൻ്റെ മെൻ്റലിസം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫിലോമിനെയും നമ്മുടെ രേഷ്മയും അതോടൊപ്പം രത്ന ചേച്ചിയൊക്കെ പങ്കെടുത്തിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതിന് ശേഷം നടന്ന കുറച്ച് മത്സരങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരമായിരുന്നു ഈ നടന്നത്. പ്രവീണായിരുന്നു കേട്ടോ ഈ ആശയം കൊണ്ടുവന്നത്. അടിപൊളി മത്സരമായിരുന്നു. ഈ ഒരു മത്സരമല്ല, പിന്നീടും പല മത്സരങ്ങളൊക്കെ നടന്നു. കണ്ടോ, ഞാൻ കണ്ടോ ചട്ടമ്പി കല്യാണി എന്ന സിനിമയാണ് ഈ ആക്ഷനിലൂടെ കാണിച്ചത്. ആണി കാണിച്ച എന്നോട് നമ്മുടെ വൈചേട്ടൻ പറയണേ അത് മൂക്കുത്തിയാണെന്ന്. എന്തു പറയാൻ, എൻ്റെ വിധി. പിന്നെ തുടർന്ന് ആളുകളൊക്കെ മത്സരിച്ചു കേട്ടോ. ശേഷം മത്സര വിജയികൾക്ക് കൊടുക്കാനാണ് ഈ സമ്മാനം. അടിപൊളിയല്ലേ? ഓക്കെ, ആദ്യം ശ്രീലക്ഷ്മി. ഓക്കെ, അടുത്തത് രാജ്നാഥൻ ചേട്ടൻ, ബോണി ചേട്ടൻ, റിനീഷ് ചേട്ടൻ. ചേച്ചി തിരിച്ചു പിടിക്കണേ, തിരിച്ച് ബൈ ചേട്ടൻ. നെക്സ്റ്റ് ഞാനാണേ. കടയിൽ ഫസ്റ്റ് കിട്ടിയത് ഞാൻ തന്നെയാണ്. അപ്പൊ എനിക്ക് സന്തോഷമാണ്. റേഡിയോ ബെൻസിൻ്റെ ഈ ആഘോഷ പരിപാടിയിൽ രസകരമായ മത്സരങ്ങൾക്ക് ചെറിയ ചെറിയ സമ്മാനവും ഫാദർ നൽകി. ഞങ്ങൾ ഹാപ്പിയായി. ശേഷം താണ്ടെ പരിപാടി അവസാനിക്കാറായപ്പോൾ നമ്മുടെ സന്തോഷ് ഇരവിപുരവും നമ്മുടെ ആർജിനാഥും കൂടെ ചേർന്ന് അടിപൊളി ഗാനം പാടിയപ്പോഴത്തേക്കും നല്ല അടിപൊളി നൃത്തമായിട്ട് നമ്മുടെ പ്രവീണിൻ്റെയൊക്കെ ഡാൻസ് കണ്ടോ, അടിപൊളിയല്ലേ? പ്രവീണും ബോണിച്ചേട്ടനും റിനീഷും കൂടി അങ്ങ് തകർന്നു കേട്ടോ. ലാസ്റ്റ് സോങ്ങാണ്. പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗെയിം ഫുള്ള് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഈ ഗെയിമുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമൊക്കെ നിങ്ങൾ കാണണം. ശേഷം ഞങ്ങൾ നല്ല വൈനൊക്കെ കുടിച്ചു. ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണേ. ടാറ്റാ.